ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു സ്വീറ്റ് റെസിപ്പി ആയിട്ടാണ്. പൂർണം burelu. ഇത് ആന്ധ്രാപ്രദേശിലെ മിക്ക ഫെസ്റ്റിവൽസിനും ഉണ്ടാക്കുന്ന ഒരു സ്വീറ്റ് റെസിപ്പിയാണ്. നമുക്കത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇതിനായിട്ട് നമുക്ക് ആവശ്യമുള്ളത് 1 കപ്പ് കടലപ്പരിപ്പ്, 1.5 കപ്പ് പച്ചരി, 1 കപ്പ് ഉഴുന്ന്, ഒരു കപ്പ് പൊടിച്ച വെല്ലം, പിന്നെ കുറച്ച് ഏലക്കപ്പൊടി. ആയി നമുക്ക് കടലപ്പരിപ്പ് കുറച്ച് വെള്ളത്തിനകത്ത് കുതിർത്തതിന് ശേഷം കുക്കറിനകത്തിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കാം. ഇനി ചൂടായിരിക്കുന്ന ഒരു പാനിലേക്ക് 2 ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് നമ്മുടെ ഉടച്ചു വെച്ച കടലപ്പരിപ്പ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്യുക. ഇതിലേക്ക് നമുക്ക് വെല്ലം ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. വെല്ലം നന്നായി മിക്സായി വരുന്നുണ്ട്. നമുക്ക് കുറച്ചു നേരം കൂടെ ലോ ഫ്ലെയിമിൽ വെച്ച് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇതിലേക്ക് ഏലക്ക പൊടിച്ചത് ചേർത്ത് കൊടുക്കാം. ഈ ഒരു പാകം ആകുന്നിടം വരെ നമുക്കിങ്ങനെ ഇളക്കി കൊടുക്കണം. ഇപ്പൊ നമ്മുടെ ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ചൂട് പോകാൻ വേണ്ടി ഒരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. ഇനി നമുക്കിത് ചെറിയ ചെറിയ ബോൾസ് ആക്കി വെക്കാം. നമ്മുടെ ബോൾസ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ബാറ്റർ ഉണ്ടാക്കാം. നമ്മുടെ പച്ചരിയും ഉഴുന്നും വെള്ളത്തിൽ ഒരു 5-6 മണിക്കൂർ കുതിർത്തിടണം. അതിനുശേഷം അത് നന്നായിട്ടൊന്ന് മിക്സിയിലിട്ട് ദോശമാവിനെക്കാട്ടും കട്ടിയിൽ അരച്ചെടുക്കുക. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും ഒരു 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കാം. നമ്മുടെ മാവ് ഒരുപാട് ലൂസാവാൻ പാടില്ല.
നമ്മൾ അരച്ചെടുക്കുമ്പോൾ ലൂസായി പോയിട്ടുണ്ടെങ്കിൽ കുറച്ച് അരിപ്പൊടി ചേർത്ത് കൊടുക്കാം, ഇല്ലെങ്കിൽ കുറച്ച് മൈദയാണെങ്കിലും ചേർത്ത് കൊടുക്കാം. കുറച്ചൊരു തിക്കായിട്ടുള്ളൊരു ബാറ്ററാണ് നമുക്ക് വേണ്ടത്. ഇനി ഒരു പാനിലേക്ക് നമുക്ക് എണ്ണ ചൂടാക്കാൻ വെക്കാം. നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച ബോൾസ് ഈ മാവിനകത്തിട്ട് നന്നായിട്ടൊന്ന് കോട്ട് ചെയ്തെടുക്കാം. എന്നിട്ട് നമുക്ക് തിളച്ച എണ്ണയിലേക്ക് ഇട്ടോട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. രണ്ട് സൈഡും നമുക്ക് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. നമ്മുടെ സ്വീറ്റ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കതൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. പുറം നല്ല ക്രിസ്പിയും അകത്ത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു സ്വീറ്റ് റെസിപ്പിയാണിത്. എല്ലാവരും എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. താങ്ക് യു.